നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. എത്ര നാൾ നിങ്ങൾക്ക് ഇങ്ങനെ എന്റെ വാ അടപ്പിച്ച് വെക്കാൻ പറ്റും? എന്റെ അച്ഛനുമായിട്ട് നിങ്ങൾക്കുണ്ടായിരുന്ന അവിഹിത ബന്ധം ഇവിടെ അത് ആരും അറിയാതിരിക്കാനാണോ നിങ്ങൾ എന്നെ ബ്ലോക്ക് ചെയ്തിരിക്കുന്നേ? ആ കാര്യം ഇവിടെ എല്ലാവരും കേൾക്കാൻ ഞാൻ അങ്ങ് വിളിച്ച് പറയും. എന്ത് പറഞ്ഞടി? വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കണം. കൈവിട്ട ആയുധവും വാവിട്ട വാക്കും തിരിച്ചെടുക്കാൻ പറ്റില്ല. സംസാരിക്കുമ്പോൾ ചില തെറ്റുകൾ പറ്റുന്നത് സ്വാഭാവികമാണ്. പക്ഷെ മറ്റുള്ളവരെ താഴ്ത്തി കെട്ടി സംസാരിക്കരുത്. ആ അഹങ്കാരം ചിലപ്പോൾ സഹിക്കാൻ പറ്റിയെന്ന് വരില്ല. നീ നിന്റെ അമ്മയെ പോലെ വീണ്ടും വിചാരം ഇല്ലാതെ ഓരോന്നും ചെയ്യരുത്. എന്റെ അമ്മ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് കാരണക്കാരി നിങ്ങളാ. നിങ്ങൾ ഒറ്റൊരുത്തി. നിങ്ങൾ ഒരാള് മാത്രം എന്റെ അമ്മ ഇല്ലാതാവാൻ കാരണം. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. സത്യം അറിയാതെ നീ എന്നെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാൽ പുറത്ത് കണ്ട ഇവിടുത്തെ മുത്തശ്ശി ഉണ്ടല്ലോ, ആ മുത്തശ്ശി നിന്റെ നാവ് പിഴുതെടുക്കും. സൂക്ഷിച്ചോ. പോട്ടെ, അതെല്ലാം വിട്ടേക്ക്. മോള് നന്നായിട്ട് റെസ്റ്റ് എടുക്ക. ഞാൻ പോയിട്ട് വരാം. നിന്റെ അച്ഛന് ജാമ്യം കിട്ടാനായി വീണ്ടും ഒരു ഹർജി കൊടുത്തിട്ടുണ്ട്. അതിനായി കോടതിയിൽ പോകേണ്ടി വരും. അപ്പം നിനക്ക് അച്ഛനെ കാണാം. ദൈവമേ, എന്താ മക്കളെ? ഞാൻ ദൈവമേ കാത്തു നിൽക്കായിരുന്നു ഈ മധുരം തരാൻ. ഞങ്ങൾക്കൊരു കുഞ്ഞുണ്ടായി കാണണമെന്ന് ഈ വീട്ടിൽ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് ദൈവമേ. ഈ സന്തോഷ വാർത്ത ആദ്യം പറയേണ്ടത് ദൈവമ്മയോടായിരുന്നു. പക്ഷേ ആ കൃത്യസമയത്ത് ദൈവമ്മ ഇവിടെ ഇല്ലാതായി പോയി. വലിയ കാര്യങ്ങളിൽ പോലും പരാതിയോ പരിഭവമോ കാണിക്കാത്ത ദൈവമ്മയ്ക്ക് ഈ കാര്യത്തിലും അത് സാരമില്ലെന്ന് എനിക്കറിയാം. ഒരു ചെറിയ കാര്യമാണോ മോനെ? ഇതൊക്കെ ഈശ്വരന്റെ വരദാനം. എന്റെ കുട്ടികളെ ദൈവം അനുഗ്രഹിക്കും. ഞാൻ പ്രസവിച്ചതല്ലെങ്കിലും മനസ്സുകൊണ്ട് മകനാ നീ എനിക്ക്. നിനക്കും അങ്ങനെ തന്നെയാണെന്ന് എനിക്കറിയാം. അങ്ങനെയെങ്കിലും ഒരച്ഛമ്മയാവാൻ എനിക്ക് കഴിഞ്ഞല്ലോ. എന്റെ ഭാഗ്യം. ദൈവമേ, ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.